അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കടുമാങ്ങയായിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടി എനിക്കൊരു 3 മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കടുമാങ്ങ ഇടാമെന്ന് വിചാരിച്ചു, അച്ചാറല്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് മാങ്ങയിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ: കറിവേപ്പില, ഉണക്കമുളക്, ഉലുവ, കായം, പച്ചമുളക്, കടുകും വേണം, 3 സ്പൂൺ മുളക് പൊടിയും വേണേ. എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എണ്ണയല്ല ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണ കേട്ടോ. കടുമാങ്ങയ്ക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ ഉലുവയും കായം കൂടെ വറുത്ത് കോരിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ലാസ്റ്റ് പൊടിച്ച് ചേർക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം അച്ചാറിനാകുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കില്ലല്ലോ. ഇത് നല്ലോണം തിളച്ചിട്ട് ചെറുതാക്കി ഒന്ന് വറ്റണം. എനിക്ക് നല്ലോണം തിളച്ചാൽ ഓവറായിട്ട് വറ്റണമെന്നൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഉപ്പ് നീരാട്ടോ ഒഴിക്കണത്, ഉപ്പ് കല്ല് കലക്കി വെച്ചിട്ട്. ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കാനേ പാടുള്ളൂ കേട്ടോ. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കായവും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തണുക്കുമ്പോൾ ഒരു കുപ്പിയിലാക്കി എടുത്ത് വെക്കുക. ഇതിപ്പോൾ എൻ്റെ മരുമോൾ ഇവിടെ ഉണ്ടെങ്കിൽ അവളിപ്പോൾ ഇത് കൂട്ടാനൊന്നും വേറെ ഭക്ഷണമൊന്നും വേണ്ട, അവൾ ഇത് തന്നെ കൂട്ടി തീർക്കും. അവൾ വന്നു കഴിഞ്ഞാൽ ഞാൻ കടുമാങ്ങ ഇട്ട് വെച്ച് അവൾ പോകുമ്പോൾ 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 ദിവസം കൊണ്ട് അവൾ ഇത് കൂട്ടി തീർക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാൻ ഇട്ടു എന്നങ്ങനെ അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വായിലിപ്പം കപ്പലോടിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഇത് തിളയ്ക്കട്ടെ. നമ്മുടെ കടുമാങ്ങ റെഡി ആയിട്ടുണ്ട്. ഞാൻ കായവും ഉലുവയും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതത് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഡപ്പയിലാക്കാൻ. അപ്പോൾ ഈ എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് കേട്ടോ. ഇത് ഇച്ചിരി എരിവ് കൂടുതൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വെക്കുക, കഴിക്കുക. അതേപോലെ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.